കേരള ഗവൺമെന്റിന്റെ വൺ ഫാമിലി വൺ എന്റർപ്രൈസ് എന്ന സ്കീമാണ്. അതുമായിട്ട് ക്ലബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6% ഇൻട്രസ്റ്റ് കൊടുക്കണം. അതായത് 2% 10% കിട്ടുന്ന ലോണിന് നമുക്ക് 3%, 4% ഇൻട്രസ്റ്റിൽ നമുക്ക് ലോൺ കിട്ടും. ഇപ്പൊ നമ്മളെ ഇന്ന് നമ്മുടെ ഇവിടെ എല്ലാ ഇവിടെയും ചെയർമാൻമാരും സിഇഒമാരും എനിക്കൊന്നും ഇവിടെ മറ്റു ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഫോൺ നമ്പറും വരെ കോൺടാക്ട് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഒരു ഐഡിയ ആയിട്ട് വരുന്ന സമയത്ത് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത് അതിനെ ഒരു യാഥാർത്ഥ്യമാക്കാനുള്ള ചുമതല ഈ FPOയുടെ ചെയർമാൻമാർക്കും സിഇഒമാർക്കും അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിനും ഉണ്ട്. അതിനുവേണ്ടിയാണ് ഈ പാവപ്രദേശ കമ്പനികൾ ഓരോ ബ്ലോക്കിന് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പൊ ആ പ്രദേശത്തെ കർഷകരെ എന്റർപ്രണർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോകണം. ഇൻഡിവിജ്വലാവാം, ഗ്രൂപ്പാവാം, അല്ലെങ്കിൽ കമ്പനി മൊത്തത്തിൽ എടുക്കുന്ന ആക്ടിവിറ്റീസ് ആവാം. ഈ രീതിയിൽ ഇത് മുന്നോട്ട് പോകണം. ഇതിന്റെ അടുത്ത സംരംഭ വർഷപ്പോഴെ എല്ലാ ബ്ലോക്കിലും എല്ലാം നമ്മൾ നടത്തുന്നുണ്ടാവും. ഏറ്റവും അടുത്ത് തന്നെയാണ്. ഇത് നടത്തുന്നതിൽ ഒരു പ്രധാന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യത്തെ നമ്മുടെ സംരംഭ വർഷാപ്പോടെ പലത് നടത്തുന്ന സമയത്ത് പല സംരംഭങ്ങളും കോർപ്പറേറ്റ് ബേസിലായിരുന്നു പലതും തുടങ്ങണം. കൂടുതൽ പേര് എണ്ണ യൂണിറ്റുകൾ തുടങ്ങണമെന്നാണ് മുന്നോട്ട് പറഞ്ഞത്. ഇവർക്ക് ആദ്യം തന്നെ ഏത് മെഷീനറി വാങ്ങിക്കണം, ആ ഓരോ മെഷീനറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പലതരം പ്രോസസ്സിംഗ് ഉണ്ട്. ഉണ്ടാക്കുന്നത് മാത്രമേ അറിയാവൂ. ഈ പ്രോസസ്സ് തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അത് അതിന് പ്രോഡക്റ്റ് തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അതിന് മാർക്കറ്റിലുള്ള വ്യത്യാസമുണ്ട്, അവർക്കറിയില്ല. അപ്പൊ തീർച്ചയായും ഇതൊരു സ്പെഷ്യലൈസ്ഡ് ഏരിയയാണ്. അതിന് താല്പര്യമുള്ള സംരംഭകർക്ക് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് വേണം. ഇന്ന് നമുക്ക് കിട്ടിയ അവയർനെസ് വർക്ക്ഷോപ്പ് പോയത് മാത്രം കണ്ടാൽ മതി. 4 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി സംരംഭങ്ങൾ തുടങ്ങാൻ പോകുന്ന ആൾക്കാർ അവിടെ പോകണം. ഇപ്പൊ ഒരു ബ്ലോക്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് 10-25 പേരായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി മാത്രമുള്ള ട്രെയിനിങ് പ്രോഗ്രാം അവിടെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തേങ്ങ നാളികേര അടിസ്ഥാനമാക്കിയുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ സാധ്യതയുള്ള 25 പേര് നമ്മൾ നേരിട്ടോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വിടണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംരംഭ വർക്ക്ഷോപ്പിലേക്ക് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. സംരംഭങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ അടുത്ത ഒരു 1 മാസം എടുക്കുമായിരിക്കും ഈ പ്രോസസ് എല്ലാം പൂർത്തിയാകാൻ. അതിനുശേഷം 100 ദിവസം കൊണ്ട് നമ്മൾ സ്ഥാപിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കും. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സാങ്ഷൻ ഓർഡേഴ്സ് ചെയ്ത അവിടെ ഇന്നൊക്കെ സംരംഭങ്ങളെല്ലാം ഓരോന്നായിട്ട് ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കും. പലതരത്തിലുള്ള ഇതാണ്. ഒരു നമ്മുടെ കപ്പയിൽ നിന്ന് മരിച്ചീനിയിൽ നിന്ന് 4-5 പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടി പപ്പടം ഉണ്ടാകുന്നതിന് വേണ്ടി ദോശമാവൊക്കെ അരയ്ക്കുന്ന വേറെ ചെറിയൊരു യൂണിറ്റ്. പിന്നെ പപ്പടം മാത്രം, അതായത് മരിച്ചീനിയിൽ നിന്ന് പപ്പടം മാത്രം ഉണ്ടാക്കുന്ന 4 യൂണിറ്റുകൾ. അപ്പൊ ഇങ്ങനെ പല യൂണിറ്റുകളും ഇങ്ങനെ ഉദ്ഘാടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ജില്ലയിൽ. തീർച്ചയായും നമുക്ക് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ പാവപ്പെട്ട കമ്പനികൾ നമ്മളെ കർഷകർക്ക് താങ്ങായിട്ട് വരുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാൻ സാധിക്കണം. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലാത്ത ആൾക്കാർ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, കാരണം കമ്പനി എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കമ്പനിയുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. നമുക്കൊരു സാമൂഹികമായ രീതിയിൽ മുഴുവൻ കർഷകരെയും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ തന്നെയും നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആക്കി അപ്പൊ അങ്ങനെ വളരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു പ്രോസസ്സിലേക്ക് എല്ലാവരും പങ്കാളികളായും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം.